വീണ വിജയൻ എന്ന് പറയുന്ന ഒരു ആള്, അത് ഈ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമൊന്നുമില്ലല്ലോ, ഒരു നേതാവിന്റെ മകളല്ലേ. പാർട്ടിക്കാർക്ക് ഇപ്പോഴെങ്കിലും ബോധ്യം ഉണ്ടായി നന്നായെന്ന് ഞാൻ പറഞ്ഞു. തോമസ് ഐസക്കിനെ പോലെയുള്ള വിവരമുള്ള നമ്മൾക്ക് ധരിക്കുന്ന ആളുകൾ പോലും എന്ന് പറഞ്ഞു എന്താ, ഒരു ടാക്സ് കിട്ടിയിട്ടുണ്ട്, അവിടെ കിട്ടിയിട്ടുണ്ട്, ഇവിടെ കിട്ടിയിട്ടുണ്ട്, ബാങ്കിലൂടെയാണ് ഇടപാട്, പിന്നെന്താ എങ്ങനെയാ ഒരു അഴിമതി വരിക? ശരി, വിട്ടു. ഇനിയിപ്പോൾ വീണെ അറസ്റ്റ് ചെയ്താലും വീണ ജയിലിലിട്ടാലും വീണ ശിക്ഷിച്ചാലും പാർട്ടി മിണ്ടില്ല. അവിടെയാണല്ലേ കളി. വീണ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പിണറായി വിജയൻ വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. സാമാന്യ ബുദ്ധിയുണ്ട്. പിന്നെ എൻ്റെ മോളല്ലേ ചെയ്യില്ല എന്ന് പിന്നെ ആ അർത്ഥത്തിൽ. പക്ഷെ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്, ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണ്, പാർട്ടി സംവിധാനത്തിൽ ഇന്റലിജൻസ് സംവിധാനത്തിലൊക്കെ പിടിപാടുള്ള ആളാണ്. എല്ലാം വളരെ ശക്തരായ നിയമജ്ഞന്മാർ അവരുടെ കൂടെ ഉണ്ട്. അപ്പോൾ വീണ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ സാധ്യതയില്ല. ഈ ലോക്കറിലൊന്നും ഇല്ലെങ്കിലും ഇതുവരെ കിട്ടിയ ഡോക്യുമെന്റ്സ് വച്ച് തന്നെ വീണ കുടുങ്ങുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആ ഡോക്യുമെന്റ്സ് അങ്ങനെയാണ്. പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ 9 മണിക്കൂർ ഇഡി ചോദ്യം ചെയ്യുന്നു. ആദ്യം പറയേണ്ടത്, റെയ്ഡുമായി വീട്ടിലേക്ക് പോകുമ്പോൾ വലിയ രീതിയിലുള്ള സംഘർഷം കാഴ്ചവെച്ച് CPM എന്തുകൊണ്ട് 9 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷം മറുപടി ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് CPM ഒരു സംഘർഷത്തിലേക്കോ പ്രതിഷേധത്തിലേക്കോ പോയില്ല എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ EDയെ തൊട്ടാൽ CPM പെടുമെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരമൊരു നിലപാട് ഇപ്പോൾ എടുത്തത്? അത് മാത്രമല്ല, പാളിപ്പോയ ഒരു ശ്രമമല്ലേ ആ റെയ്ഡിനകത്തുണ്ടായത്. പാവം 10-20 പേര് ജയിലിലായി. അതും വളരെ ഗുരുതരമായി. ഇപ്പോൾ ഒരാൾക്ക് ഇന്നലെ ജാമ്യം കിട്ടിയെന്നുണ്ട്, SFIയുടെ നേതാവിന്. ബാക്കിയൊക്കെ ജയിലിൽ കിടക്കല്ലേ. എന്തിനു വേണ്ടി ജയിലിൽ കിടന്നേ? പിണറായി വിജയൻ തന്നെ പറഞ്ഞു എല്ലാവരും നമുക്ക് ഒന്നിച്ച് ഇറങ്ങാം, അപ്പടി ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഇവരൊക്കെ ഇറങ്ങിയത്. പക്ഷെ എന്താ സംഭവിച്ചത്? അവസാനം പിണറായി വിജയൻ പറഞ്ഞു എന്നോടൊന്നും ചോദ്യം ചോദിച്ചില്ല, വീണയോടാണ് ചോദിച്ചത്. വീണ വിജയൻ എന്ന് പറയുന്ന ഒരു ആള്, അത് ഈ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമൊന്നുമില്ലല്ലോ, ഒരു നേതാവിന്റെ മകളല്ലേ. പാർട്ടിക്കാർക്ക് ഇപ്പോഴെങ്കിലും ബോധ്യം ഉണ്ടായി നന്നായെന്ന് ഞാൻ പറഞ്ഞു. അവരൊരു ബിസിനസ് നടത്തുന്നു. ആ ബിസിനസ് സംബന്ധിച്ചൊരു വിവാദം വരുന്നു, മാസപ്പടിയുമായി ബന്ധപ്പെട്ട വിവാദം വരും. ED അന്വേഷിക്കുന്നു. ഞാൻ EDയുടെ വക്താവൊന്നുമല്ല. ED എനിക്ക് വിശ്വാസമുള്ള ഏജൻസിയല്ല. ഒരു ചിലപ്പോൾ തട്ടിപ്പ് ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നില്ല. അവരന്വേഷിക്കുന്നു. അത് പിണറായി വിജയന്റെ മകളാണ് എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകത പാർട്ടിക്കുണ്ടോ? ഇല്ല. കോടിയേരിയുടെ മകനെതിരെ വന്നപ്പോൾ എന്താ പറഞ്ഞു? ഭയന്നാൽ മതിയല്ലോ. പക്ഷേ ഇതിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയ പ്രശ്നമൊന്നുമില്ല. ഒന്നാമതായി ആദ്യം തന്നെ ഈ നിലപാടെടുക്കേണ്ടതായിരുന്നു. വീണ സ്വതന്ത്ര വ്യക്തിയാണ്, എടുക്കായിരുന്നു. ആകെ പക്ഷെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമുണ്ട്. AKG സെൻട്രൽ ഓഫീസാക്കിയിട്ടാണ് കമ്പനി രജിസ്റ്റർ ചെയ്തിരുന്നത്, എക്സാലോജിക്. അതൊരു കാര്യം. എക്സാലോജിക് ഒരു സ്വതന്ത്ര കമ്പനിയാണ്, ഒരു IT കമ്പനിയാണ്. അവരും CMRലും തമ്മിൽ എന്തോ ഇടപാടുണ്ട്, അതിലെന്തോ പ്രശ്നങ്ങളുണ്ട്. അത് പക്ഷെ അങ്ങനെയല്ല ആദ്യം ചെയ്ത CPM. ആദ്യം മുതൽ ഡിഫെൻഡ് ചെയ്തത് ഫുൾ ഡിഫെൻസിനായിരുന്നു. തോമസ് ഐസക്കിനെ പോലെയുള്ള വിവരമുള്ള നമ്മൾക്ക് ധരിക്കുന്ന ആളുകൾ പോലും എന്ന് പറഞ്ഞു എന്താ, ഒരു ടാക്സ് കിട്ടിയിട്ടുണ്ട്, അവിടെ കിട്ടിയിട്ടുണ്ട്, ഇവിടെ കിട്ടിയിട്ടുണ്ട്, ബാങ്കിലൂടെയാണ് ഇടപാട്, പിന്നെന്താ എങ്ങനെയാ ഒരു അഴിമതി വരിക? ശരി, വിട്ടു. അത് കഴിഞ്ഞ് MV ഗോവിന്ദൻ തന്നെ സപ്പോർട്ട് ചെയ്തു വന്നു. പിണറായിക്കെതിരായ ആക്രമണമാണ് വീണയ്ക്കെതിരായത്, ഞങ്ങളതിനെ പ്രതിരോധിക്കും. യഥാർത്ഥത്തിൽ പിണറായി വിജയന് പാർട്ടിക്കോ ഇതിൽ ബന്ധമില്ല എന്ന് ആദ്യം മുതൽ പറയേണ്ട ആളുകൾ അത് പറയാതിരിക്കുകയും ഏറ്റവും ഒടുവിൽ ഇഷ്ടിക നാടകം നടത്തുകയും ചെയ്ത് ചീത്തപ്പേരായി, ജയിലിലായി, കേസായി, ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ വീണെ അറസ്റ്റ് ചെയ്താലും വീണെ ജയിലിലിട്ടാലും വീണെ ശിക്ഷിച്ചാലും പാർട്ടി മിണ്ടില്ല. അവിടെയാണല്ലേ കളി. ഒന്നെന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് മനസ്സിലായി ഇനി ഇത് പെട്ടാൽ നാട്ടുകാരെ ഇറങ്ങില്ല. ഇനി അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പാർട്ടിക്കാർ അങ്ങനെ ആവേശത്തോടുകൂടി ഇറങ്ങില്ല. കാരണം എന്തിനാ ഇറങ്ങണേ? ഇപ്പൊ പാർട്ടി നാളെ ആഹ്വാനം ചെയ്താൽ കുറച്ച് ഗുണ്ടകളൊക്കെ ഇറങ്ങുന്നല്ലാതെ വേറെ ആരും ഇറങ്ങില്ല. എന്താ കാര്യം? അവിടെയാണ് പാർട്ടിക്ക് ഇതിൽ താല്പര്യം എന്തായിരുന്നു എന്ന ചോദ്യം വരുന്നത്. ആ താല്പര്യം വളരെ ക്ലിയറാണ്. ഇത് വീണ വിജയന് കൊടുത്ത സൗജന്യമായിരുന്നില്ല, മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊടുത്ത സൗജന്യമായിരുന്നു എന്ന വാദം വരുന്നത്. ആ അന്വേഷണത്തിൽ ഇത് എത്തിയാൽ അത് മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും സർക്കാരിനെയും ബാധിക്കും. ഞാൻ ഒരുപാട് ചർച്ച ചെയ്തതാണ് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. ഇവർ കൊടുത്ത ലോൺ എന്തിനാ കൊടുത്തേ? ലോൺ തിരിച്ചടയ്ക്കാൻ ലോൺ കൊടുത്ത ആളുകളുടെ പൈസ കൊടുക്കുന്ന അതിവിചിത്രമായ സംഗതി. ഒരു ലോൺ തിരിച്ചടയ്ക്കാൻ വേറൊരു ലോൺ കൊടുക്കുക അതേ ബാങ്കിൽ നിന്ന്. അപ്പോൾ ഇതൊക്കെ ഈ ചെറിയ ഹുണ്ടിക കമ്പനിക്കാർ ചെയ്യണ പരിപാടിയാണ്. എന്നിട്ട് പിന്നെ ആ കമ്പനി പിരിച്ചുവിടുക, ലോൺ കൊടുത്ത കമ്പനി പിരിച്ചുവിടുക, അപ്പോൾ ലോണില്ല. അപ്പോൾ ഈ അർത്ഥത്തിൽ നടന്ന ഇടപാടുകൾ
രാഷ്ട്രീയമായി അധികാരത്തിലേറിയ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രീതി കിട്ടാനാണ്, അല്ലെങ്കിൽ ചില ഇളവുകൾ കിട്ടാനാണ് എന്ന് വന്നാൽ ഇത് പാർട്ടിക്ക് ഒഴിഞ്ഞേക്കാൻ പറ്റില്ല. ഇപ്പോൾ തൽക്കാലം വീണയാണ് പ്രതിയായിട്ടുള്ളത്. വീണ വിജയൻ അല്ലെങ്കിൽ വീണ തൈക്കണ്ടി, വീണ ടി എന്തായി അവരുടെ ലോക്കർ റെയ്ഡ് ചെയ്തു, 9.5 മണിക്കൂർ ചോദിച്ചു, ഇപ്പം ലോക്കർ തപ്പി. അല്ല, അവിടെ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ടല്ലോ. ഇഡിക്ക് കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ലോക്കറൊക്കെ തുറക്കുകയും പരിശോധിക്കുകയും ചെയ്തത്. അങ്ങനെ ഒരു സാധനം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആരോപണങ്ങളൊക്കെ സത്യമാണെങ്കിൽ ഒരിക്കലും അത് ലോക്കറിൽ വെക്കത്തില്ല. അപ്പൊ ഇഡിയെ കറക്കുക എന്നുള്ളതാണ് വീണയുടെ ലക്ഷ്യമെന്ന് വ്യക്തമാണ്. പിന്നെ മറുവശത്ത് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പോലും ലോക്കർ പരിശോധിച്ചതിനെ വളരെ പുച്ഛത്തോടുകൂടി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് വീണ തെറ്റ് ചെയ്തിട്ടില്ല എന്നതാണോ, അതോ അവസാന നിമിഷം വരെയും ഈ ഒരു കോൺഫിഡൻസിൽ മുന്നോട്ട് പോകാമെന്നാണോ പിണറായി വിജയൻ കരുതുന്നത്? വീണ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പിണറായി വിജയൻ വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. സാമാന്യ ബുദ്ധിയുണ്ട്. പിന്നെ എൻ്റെ മോളല്ലേ ചെയ്യില്ല എന്ന് പിന്നെ ആ അർത്ഥത്തിൽ. പക്ഷെ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ്, ആഭ്യന്തരമന്ത്രി ആയിരുന്ന ആളാണ്, പാർട്ടി സംവിധാനത്തിൽ, ഇന്റലിജൻസ് സംവിധാനത്തിലൊക്കെ പിടിപാടുള്ള ആളാണ്. എല്ലാം വളരെ ശക്തരായ നിയമജ്ഞന്മാർ അവരുടെ കൂടെയുണ്ട്. അപ്പോൾ വീണ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ സാധ്യതയില്ല. വീണ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പിണറായി വിജയൻ കരുതുന്നത്. കാരണം ഈ പൈസ വാങ്ങിയല്ലോ എന്തായാലും. അപ്പോൾ അതെന്തിനു വാങ്ങി എന്ന ചോദ്യത്തിന് വീണ മറുപടി പറയേണ്ടി വരും എവിടെയായാലും. പക്ഷേ കോൺഫിഡൻസ് അതല്ല. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് അല്ലാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അവസാന നിമിഷം വരെ കോൺഫിഡൻസ് കാണിക്കുന്നതല്ലേ അതിൻ്റെ ഒരു രീതി. അത് ചെയ്യണം. ഇനി ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടും എന്ന കോൺഫിഡൻസ് പിണറായി വിജയൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ലോക്കറിൻ്റെ വിഷയത്തിലേക്ക് വന്നാൽ, നമുക്ക് സാധാരണ ആളുകൾക്കറിയാം ലോക്കറിൽ ഇങ്ങനെ സാധനം വയ്ക്കില്ല, വിവാദ രേഖകൾ. പക്ഷേ ലോക്കർ ഉണ്ട് എന്നൊരു മൊഴി കൊടുത്തുകൊണ്ടാണ് ലോക്കർ നോക്കിയത്. ലോക്കറിൻ്റെ ചില നമ്പറുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്, ചില റെഫറൻസുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പം അതനുസരിച്ചായിരിക്കും കണ്ടത്. ലോക്കറിൽ എന്തുണ്ടായി എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഈ ലോക്കറിൽ ഒന്നും ഇല്ലെങ്കിലും ഇതുവരെ കിട്ടിയ ഡോക്യുമെന്റ്സ് വച്ച് തന്നെ വീണ കുടുങ്ങുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആ ഡോക്യുമെന്റ്സ് അങ്ങനെയാണ്. ഇനി ഇവർ രണ്ടുപേരെടുത്ത് ചോദ്യം ചെയ്യും. ഏത് കർത്താവിൻ്റെ ആളുകളെയും വീണയും കൂടി ഇരുത്തി ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യൽ അവസാനം നടക്കും. അവിടെയാണ് ഈ പറഞ്ഞ മൊഴികൾ തമ്മിൽ ഉള്ള വൈരുദ്ധ്യം വളരെ ക്ലിയർ ആവുന്നത്. മാത്രമല്ല, ഇതിന് മുമ്പത്തെ പോലെയല്ല, എല്ലാ 342 ഡോക്യുമെന്റ്സ് CMRൽ നിന്ന് തന്നെ കോടതി ഉത്തരവ് പ്രകാരം ഏറ്റെടുത്തത് എന്ന് പറഞ്ഞാൽ എല്ലാ ഡോക്യുമെന്റും വെച്ചിട്ടാണ്. പിന്നെ ഇ ഡി അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആണ് ഇ ഡിയുടെ അപ്രോച്ച്. അങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ച് അതിൻ്റെ ഒരു മർമ്മത്തിലെത്തും, മറ്റവരോടും ചോദിക്കും. അപ്പോൾ ഇത് തമ്മിൽ കോൺഫ്ലിക്റ്റ് വരും. ആ കോൺഫ്ലിക്റ്റ് ഇ ഡിക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. രണ്ടുപേരും ഇരിക്കുമ്പോൾ താൻ പറഞ്ഞതല്ലോ ഇയാൾ പറഞ്ഞ് എന്ന് പറഞ്ഞാൽ പ്രശ്നമായി. ഡോക്യുമെന്റ് ഇങ്ങനെയല്ലല്ലോ, നിങ്ങൾ രണ്ടാൾ പറഞ്ഞതല്ലോ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ പിന്നെയും പ്രശ്നമായി. അതുകൊണ്ട് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ ഇ ഡി ഇതുവരെ കളിച്ച രാഷ്ട്രീയമാണ് കളിക്കുന്നത് നമുക്കറിയില്ല. അങ്ങനെ കളിക്കുകയാണെങ്കിൽ പിന്നെ രക്ഷപ്പെടും.